Hi friends, welcome back to CSEB and BSc Master YouTube channel. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഈസ് ആൻ അസറ്റ് അക്കൗണ്ട്. താഴെ പറയുന്നതിൽ അസറ്റ് അക്കൗണ്ടിന് ഉദാഹരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, എക്യുപ്മെന്റ്. താഴെ പറയുന്നതിൽ എക്യുപ്മെന്റ് ആണ് അസറ്റ് അക്കൗണ്ടിന് ഉദാഹരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the gross increase in capital attributable to business activities are called dash. The gross increase in capital attributable to business activities are called. Correct answer option C ആണ്, revenues. Gross increase in capital attributable to business activities, അതിൻ്റെ ഇൻക്രീസ് വരുന്ന ആ ഒരു പദത്തിന് പറയുന്ന പേര് revenues എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡെബിറ്റ് മേ സിഗ്നിഫൈ ഡാഷ്. താഴെ പറയുന്നതിൽ ഡെബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഡെബിറ്റിന് എക്സാമ്പിൾ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻക്രീസ് ഇൻ അസറ്റ്സ് അക്കൗണ്ട്. അസറ്റിനെ ഡെബിറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻക്രീസ് ഇൻ അസറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാൽവേജ് വാല്യൂ മീൻസ് ഡാഷ്. താഴെ പറയുന്നതിൽ സാൽവേജ് വാല്യൂ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, എസ്റ്റിമേറ്റഡ് ഡിസ്പോസൽ വാല്യൂ. എസ്റ്റിമേറ്റഡ് ഡിസ്പോസൽ വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്രിസിയേഷൻ ഫോളോസ് ഡാഷ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. താഴെ പറയുന്നതിൽ ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റിലാണ് ഡിപ്രിസിയേഷൻ ഫോളോ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഡിപ്രീസിയേഷൻ നമ്മൾ അലോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഫസ്റ്റ് ഇൻ വിച്ച് കൺട്രി. ഏത് രാജ്യത്താണ് ആദ്യമായി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആദ്യമായി ഒറിജിനേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോയിന്റഡ് ബൈ ഡാഷ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മാനേജിംഗ് കമ്മിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇൻഡിക്കേറ്റ്സ് എ പോയിന്റ് അറ്റ് വിച്ച് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ഫേം ഈസ് ഈക്വൽ ടു 0. ഈ പോയിന്റ് വരുമ്പോൾ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഈക്വൽ ആകും, ഈക്വൽ ടു 0. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ഫേം ഈസ് ഈക്വൽ ടു 0. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഈക്വൽ ടു 0 ആകുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ ബി ഡാഷ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി ആരായിരിക്കും? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഡീഷണൽ രജിസ്ട്രാർ. അഡീഷണൽ രജിസ്ട്രാർ ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ പയനീഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദ വേൾഡ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ പയനീഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൈഫേസൺ. റൈഫേസൺ സൊസൈറ്റീസ് ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ബാങ്കിങ് സെക്ടറിൻ്റെ ലീഡേഴ്സ് എന്നറിയപ്പെടുന്ന ആളുകൾ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.